ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, കണക്കിന്റെ പരീക്ഷ. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നും എടുത്ത് അതൊന്ന് വിശദീകരിച്ച് തരാലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കറിയാം, ഓരോ എക്സാം കഴിയുമ്പോഴും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വരുന്ന തെറ്റുകൾ, ഇനി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അടുത്ത ഒരു എക്സാം വരുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ മുന്നോട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ പോരാ, നമുക്ക് ഇതെല്ലാം ഓരോന്നിൻ്റെയും ബേസ് ആണ്. പിന്നെ 6ാം ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ ഇത് വീണ്ടും വീണ്ടും കണ്ട് നല്ല തറവാക്കണം. അധ്യാപകർക്കാണെങ്കിലും 7ാം ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങളാണ് കിടക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കിത് നല്ല ബേസ് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് സമയം കളയണ്ട, ഓരോ ചോദ്യങ്ങൾ എടുത്തിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ റെഡി അല്ലേ? ഞാനും റെഡി. എങ്കിൽ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനത്തില് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം നിങ്ങളൊന്ന് നോക്കുക. അതിൽ പറഞ്ഞിരിക്കുന്നത് 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. ത്രികോണം ഇവിടെയുണ്ട്, നിങ്ങൾ നോക്കുക. നമ്മൾ ചോദ്യം വായിക്കുന്നതോടൊപ്പം ആ ചിത്രത്തിലേക്കും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ത്രികോണത്തിലെ ഒരു കോൺ 40 ഡിഗ്രിയാണ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഞാൻ കൃത്യം കോമ്പസ് വെച്ചിട്ടല്ല വരച്ചത്, ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് വരച്ചതാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, ഞാൻ ഇംഗ്ലീഷിലെ ചോദ്യം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ ഇംഗ്ലീഷിൽ നോക്കിക്കോളാം. മലയാളം ചോദ്യം വായിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷിലുള്ള ചോദ്യം നോക്കുക. അത് എന്താണെന്ന് കാരണം വെച്ചാൽ വീഡിയോ കുറെ ലെങ്ത് കൂടി പോകും, അതുകൊണ്ടാണ്. ചോദ്യങ്ങൾ 2 3 പ്രാവശ്യം വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഷെയ്ഡഡ് പോർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എ എന്ന് എഴുതിയിട്ട് നമുക്ക് എഴുതാം. ഇത് കണ്ടുപിടിക്കുന്നത്, ആകെ ഒരു സർക്കിൾ, ഒരു വൃത്തം എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഇതില് 40 ഡിഗ്രിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എത്ര ഭാഗം എന്നാണ് ചോദ്യത്തില് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ സീറോയും ഈ സീറോയും അങ്ങ് ക്യാൻസൽ ആയി പോകും. ഉറപ്പാണല്ലോ, നമ്മൾ കൃത്യമായി ആ ഒന്നാമത്തെ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഇനി 4ഉം 36ഉം തമ്മിൽ ബന്ധമുണ്ട്. എന്താ 4ഉം 36ഉം തമ്മിലുള്ള ബന്ധം? 4 4ല് ഒരു പ്രാവശ്യം പോവും, 4 9 ആണ് 36. ആദ്യ ചോദ്യത്തിന്റെ ഉത്തരമായി എത്രയാണ്? 9ൽ ഒരു ഭാഗം, 1/9 പാർട്ടാണ് വരുന്നത്. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ത്രികോണത്തിലെ മറ്റ് 2 കോണുകളുടെ അളവുകൾ അളന്നെഴുതുക. അപ്പൊ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ അളവും നിങ്ങൾ അളന്നെഴുതണം, ഇതും അളന്നെഴുതണം. അപ്പൊ അളന്നെഴുതുമ്പോ നിങ്ങൾക്ക് ഈ എത്രയാണ് കിട്ടുക? അളക്കാതെ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ അളന്ന് നോക്കുമ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. അതായത് ആകെ ഒരു ത്രികോണത്തിലെ 180 ഡിഗ്രിയാണ് വരിക. അങ്ങനെ വരുമ്പോൾ 40 ഡിഗ്രി കഴിഞ്ഞാല് ബാക്കിയുള്ളത് 140 ഡിഗ്രിയാണ് വരിക. അപ്പൊ നമുക്ക് ഓരോ കോണും എത്ര ഡിഗ്രിയാണ് കിട്ടുക? 70 ഡിഗ്രി വീതമാണ് കിട്ടുക. 3 കോണെന്ന് പറയണത് 70 ഡിഗ്രി, 70 ഡിഗ്രി, 40 ഡിഗ്രിയാണ് വരിക. ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരം എത്ര ത്രികോണങ്ങൾ വൃത്തത്തിൽ വരയ്ക്കാൻ കഴിയും? നമ്മൾ ആദ്യം അതിന്റെ ഭാഗം കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഇതിനെ എത്ര ഭാഗങ്ങളാക്കി മാറ്റി? 9ൽ ഒരു ഭാഗമാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എത്ര ത്രികോണങ്ങൾ? 9 ഈക്വൽ പാർട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം? 9 ത്രികോണങ്ങൾ വരയ്ക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ് വരിക? സി വരുന്നത് 9 ത്രികോണങ്ങൾ, 9 ട്രയാങ്കിൾസ്. ഇനി അടുത്തത്, വൃത്തത്തിലെ ത്രികോണത്തെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. വൃത്തത്തിലെ ത്രികോണത്തെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പൊ ഒരെണ്ണം മാത്രമല്ല ശരി, ഒന്നിൽ കൂടുതലുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ആദ്യത്തെ നമ്മളൊന്ന് നോക്കുക. ത്രികോണത്തിലെ ഒരു കോൺ മട്ടകോണാണ്. ഈ ത്രികോണത്തിലെ ഒരു കോൺ മട്ടകോണാണോ? അല്ല, തെറ്റ്. അത് നമ്മൾ തെറ്റിടുക. ഇനി ത്രികോണത്തിലെ 2 വശങ്ങൾ തുല്യമാണ്. ഇവിടെ നോക്കാം, ഈ കേന്ദ്രം കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ആരം 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും 4 സെന്റിമീറ്റർ അല്ലേ വരിക? അപ്പൊ 2 വശങ്ങൾ തുല്യല്ലേ? തുല്യമാണ്. അപ്പൊ ശരി എന്നിടുക. ഓക്കെ.
ഇനി മൂന്നാമത്തത്, ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാണ്. 3 വശങ്ങൾ തുല്യമാണോ? ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം അല്ല. അതുകൊണ്ട് അത് തെറ്റ് എന്ന് എഴുതുക. നാലാമത്തത്, ത്രികോണത്തിന്റെ 3 കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണ്. ശരിയാണ് അല്ലെ? 3 കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണ്. അപ്പം ഏതൊക്കെയാണ് ശരി? 2ഉം 4ഉമാണ്. ഇനി നിങ്ങൾ അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. എ 1ഉം 2ഉം ശരിയാണ്, അത് തെറ്റാ അല്ലെ? രണ്ടാമത്തെ നോക്കൂ, ബി 2, 3 ശരിയാണ്, അതും തെറ്റ്. അടുത്തത് സി നോക്കൂ, 2ഉം 4ഉം ശരിയാണ്. കറക്റ്റാണ്, നമ്മൾ കണ്ടെത്തി അല്ലെ? 2ഉം 4ഉം ശരിയാണ് എന്ന് നമ്മൾ കണ്ടെത്തി. അതുകൊണ്ട് ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി വരുന്നത്. ഓപ്ഷൻ സി 2ഉം 4ഉം ശരിയാണ് എന്ന് നിങ്ങൾ എഴുതാം. ഓക്കെ ആയല്ലോ? ഒന്നാമത്തെ പ്രവർത്തനം ഇതോടുകൂടെ തീർന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം അല്ലേ? ഓരോ ചോദ്യവും എഴുതിയിട്ട് വേണം നിങ്ങൾ ആൻസർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ. അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത്, ചതുരാകൃതിയായ ഒരു ടാങ്കിന്റെ അകത്തുള്ള നീളവും വീതിയും ഉയരവും യഥാക്രമം 90 സെന്റിമീറ്റർ, 70 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ. പുറത്തുള്ളതല്ല, അകത്തുള്ളത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ചോദ്യം, ടാങ്കിന്റെ ഉള്ളളവ് എത്ര, അതിന്റെ കപ്പാസിറ്റി എത്ര എന്നാണ് ചോദ്യം. ഉള്ളളവ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ കപ്പാസിറ്റി നിങ്ങൾ എഴുതുക. ഉള്ളളവ് എന്ന് നിങ്ങൾ സ്റ്റെപ്പ് എഴുതിക്കോളാം. ഇംഗ്ലീഷിൽ ഉള്ളവര് കപ്പാസിറ്റി എന്ന് എഴുതുക. എന്ത് ചെയ്യണം? അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നർ വോളിയം അല്ലെ, അകത്തുള്ള വ്യാപ്തം എന്ത് ചെയ്യണം? 90 ഗുണിക്കണം 70 ഗുണിക്കണം 50 ആണ് ചെയ്യാൻ. നമ്മൾ ഇവിടെ ഏറ്റവും എളുപ്പത്തിന് 7 5 35, 35നെ 9 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക? 315 കിട്ടും. ഇനി ഇവിടെ എത്ര 0 ഉണ്ട്? 3 0 ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇതിങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് എഴുതി ഗുണിച്ചാൽ മതി. ഇത്രയും എന്താ കിട്ടുക? സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉള്ളളവ് എത്ര എന്നാണ്. അപ്പൊ അത് ലിറ്ററിലേക്ക് ആക്കണം. ലിറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഘന സെന്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കണം. 1000 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ഇത് എഴുതുക. എഴുതിയിട്ട് അതിന്റെ അടിയിൽ 1000 കൊണ്ട് ഹരിക്കാം. നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 1000 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ ഇതിലുള്ള 1000 അങ്ങോട്ട് പോകും. അതായത് 315 ലിറ്റർ ആണ് എന്ത് കിട്ടുക? അതിന്റെ ഉള്ള അളവ് കിട്ടുന്നത്. ഓക്കെ ആയോ? അപ്പൊ നമ്മൾ ഈ 3 പൂജ്യങ്ങൾ വെട്ടിക്കളയണം കേട്ടോ. ഇനി ഇപ്പൊ നമുക്ക് ഈ ടാങ്കിന്റെ വോളിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് ബി ആണ്. ബി എന്ന ചോദ്യം, ഈ ടാങ്കിൽ ഇപ്പോൾ 189 ലിറ്റർ വെള്ളമുണ്ട്. നോക്കാം, ഈ ടാങ്കിൽ അതായത് 315 ലിറ്റർ കൊള്ളുന്ന ടാങ്കില് ഇപ്പോഴുള്ള വെള്ളം 189 ലിറ്റർ ആണ്. അപ്പൊ നിങ്ങൾ എഴുതിക്കോളാം, ഇപ്പോഴുള്ള വെള്ളം 189 ലിറ്റർ. ഇനി പറഞ്ഞിരിക്കുന്നത് ടാങ്കിൽ എത്ര ഉയരത്തിലാണ് വെള്ളം ഉള്ളത്. അപ്പൊ അതിന്റെ ഉയരം കണക്കാക്കണം. അപ്പൊ ഇവിടെ നോക്കാം, ഇപ്പോഴുള്ള വെള്ളം 189 ലിറ്റർ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഘന സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അങ്ങനെ ഘന സെന്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 189 ഇൻറ്റു 1000 ആണ് വരുന്നത്. അപ്പൊ 189 ഇട്ടിട്ട് 3 0 ഇത്രയും സെന്റിമീറ്റർ ക്യൂബാണ് എന്ത്? ടാങ്കിന്റെ വോളിയം, വ്യാപ്തം. ഇതിപ്പോ നോക്കണേ, ഉള്ളിലുള്ള വെള്ളത്തിന്റെ അളവാ തന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം അതിന്റെ വോളിയം കണക്കാക്കണം. എന്നിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? ഉയരം കണ്ടുപിടിക്കാൻ. നീളം എത്രയാണെന്ന് നമുക്കറിയാം, 90 സെന്റിമീറ്റർ. വീതി എത്രയാണെന്ന് നമുക്കറിയാം, 70 സെന്റിമീറ്റർ. നിങ്ങൾ ഒന്നും കൂടെ എഴുതിക്കോളൂ, കുഴപ്പമില്ല. എന്നിട്ട് ഉയരം, ഹൈറ്റ് കണക്കാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 189.000 ബൈ അവസാനം പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് അതിന് ഏതുകൊണ്ട് ഹരിക്കണം? നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുമ്പോഴാണ് വ്യാപ്തം കിട്ടുന്നത്. അപ്പൊ അതിൽ ഉയരം കാണാൻ നമ്മൾ ഈ വ്യാപ്തത്തെ നീളവും വീതിയും കൊണ്ട് ഹരിക്കുക. നീളം 90 സെന്റിമീറ്റർ, വീതി 70 സെന്റിമീറ്റർ ആണല്ലോ. ഇനി നമുക്ക് വെട്ടിക്കുറയ്ക്കാവുന്നതൊക്കെ നമുക്കൊന്ന് വെട്ടിക്കുറയ്ക്കാം.
ഈ പൂജ്യവും വെട്ടും, ഇതും വെട്ടും. ഇനി നമുക്ക് ഇവിടെയുള്ളത് എത്രയാണ്? 1890/9 ഗുണിക്കണം 7 ഇവിടെ നമുക്ക് ഒരു ബന്ധം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. കാരണം 9 2 18. ഞാൻ ഈ 18 വെട്ടി 9 2 18. പിന്നെ ഈ 9 എടുത്തു. 9 9 ഒരു പ്രാവശ്യം പോകും. പിന്നെ ഈ 0 അങ്ങോട്ട് കയറ്റിയിട്ടു. അപ്പൊ നമുക്ക് 1890 നിങ്ങൾ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 210 കിട്ടും. ഇനി നമുക്ക് എളുപ്പമാണ്. ബാക്കിയുള്ളത് 210/7 7ഉം 21 തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് 7 7 ഒരു പ്രാവശ്യമാണ്. 7 3 21. ഈ 0 ഇങ്ങോട്ട് കയറ്റിയിടാം. അപ്പൊ എത്രയാ കിട്ടുക? 30 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. സംശയം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് റീചെക്ക് ചെയ്യണം. എങ്ങനെയാ ചെയ്യാ? ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 90 എന്ത് കിട്ടുന്നത്? നീളം കിട്ടുന്നത്, വീതി കിട്ടുന്നത് 70, ഉയരം കിട്ടുന്നത് 30. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 1,89,000 ഘന സെന്റിമീറ്റർ കിട്ടുന്നുണ്ടോ നോക്കുക. നമുക്കൊന്ന് നോക്കാം. 9 7 63. 63നെ 3 കൊണ്ട് ഗുണിക്കുക. 3 3 9, 3 6 18. അപ്പൊ 189 കിട്ടി. പിന്നെ നോക്കൂ, ഈ 3 0 ഇട്ട് കൊടുക്കുക. ആ 3 0 ഇടുമ്പോൾ എന്ത് തന്നെ കിട്ടുന്നു? 1,89,000 വോളിയം കിട്ടുന്നു. നമ്മൾ ചെയ്തത് ശരിയാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം വരുന്നില്ലേ? ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, അതിനകത്ത് അതും കൂടി ഒന്ന് പരിശോധിക്കാം. അടുത്ത ചോദ്യം പറയുന്നത് ടാങ്കിന്റെ നീളം, വീതി, ഉയരം എന്നിവ ഇരട്ടിയാക്കി മാറ്റിയാൽ അതിന്റെ ഉള്ളളവിൽ വരുന്ന മാറ്റത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പറഞ്ഞത് ഉള്ളളവ് ഇരട്ടിയാകും. നോക്കണേ, നീളം, വീതി, ഉയരം ഇവയെല്ലാം എന്തായിട്ട് മാറണം? ഇരട്ടിക്കണം. ഇരട്ടിക്കുമ്പോൾ ആദ്യത്തെ പ്രസ്താവന ഉള്ളളവ് ഇരട്ടിയാകും ആണോ? അല്ല. ഇനി രണ്ടാമത്തെ പ്രസ്താവന ബി, ഉള്ളളവ് 4 മടങ്ങാകും ആണോ? അല്ല. മൂന്നാമത്തെ പ്രസ്താവന ഉള്ളളവ് 16 മടങ്ങാകും. എങ്ങനെ 16 മടങ്ങാവാം? അതുമല്ല. അപ്പൊ നിങ്ങൾ പറയും ഇനി ഡി ഉള്ളൂ, ഡി ആണ് ശരി. അങ്ങനെയല്ല നമ്മൾ കണ്ടെത്തേണ്ടത്. ഉള്ളളവ് 8 മടങ്ങ്. ഇത് ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ 2 മടങ്ങാണ് വരിക. ഇതും ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ 2 മടങ്ങ്. ഇതും ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ 2 മടങ്ങ്. അപ്പൊ ഈ 3ഉം 2 മടങ്ങ് വീതം വർദ്ധിക്കുമ്പോൾ അതിന്റെ ഉള്ളളവിൽ വരുന്ന മാറ്റം 2 × 2 × 2 എത്ര മടങ്ങാണ്? 8 മടങ്ങ്. 8 ടൈംസ് ആണ് വരിക. നീളവും വീതിയും മാത്രം ഇരട്ടിച്ചാൽ എന്ന് ചോദിച്ചാൽ 2 × 2 4 മടങ്ങ്. നീളം മാത്രം ഇരട്ടിച്ചാൽ വോളിയത്തിലെ, അതായത് വ്യാപ്തത്തിൽ വരുന്ന മാറ്റം 2 മടങ്ങേ ഉള്ളൂ. ഇത് നീളവും വീതിയും ഉയരവും കൂടി ആകുമ്പോൾ 2 × 2 × 2 8 മടങ്ങാണ് വരിക. ക്ലിയർ ആയോ? അപ്പൊ ഈ ഭാഗത്തിൽ നമ്മൾ 1ഉം 2ഉം പ്രവർത്തനങ്ങൾ എടുത്താണ് പരിശോധിച്ചത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കാരണം നമുക്കറിയാം, കുറേ നേരം നമ്മൾ ഈ സ്ക്രീൻ ടൈമിന് മുന്നിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടാൽ നിങ്ങൾക്കും അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.